എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? സോ സിംപ്ലി പുട്ട്, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ അല്ലെ നിങ്ങളുടെ ഡ്രീംസിനെ നമ്മുടെ ഈ ലൈഫിൽ, നിങ്ങളുടെ ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ മെറ്റീരിയലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത്. കുറേ പേര് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ലൈക്ക് ലക്കാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, മാജിക് ആണ്, അല്ലെ സ്പിരിച്വാലിറ്റിയിലുള്ളവർക്കാണ്. അങ്ങനെയൊക്കെ കുറെ മിസ്കോൺസെപ്റ്റ്സ് ഉണ്ട് മാനിഫെസ്റ്റിനെ കുറിച്ച്. ആസ് എ ഡെഫിനിഷൻ, കറക്റ്റ്ലി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു. പക്ഷെ എങ്ങനെയാണ്? ത്രൂ അവർ തോട്ട്സ്, our emotions, our beliefs and through our aligned inspired action. So ഈ 4 ഫാക്ടർ കൊണ്ട് നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പം മാനിഫെസ്റ്റേഷനിൽ പോയായിരിക്കാം, നിങ്ങൾ കുറെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരായിരിക്കാം, പക്ഷെ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പലവർക്ക് ഇതിനിൽ ഒട്ടും വിശ്വാസം ഇല്ലാത്തവരും കാണും. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു ആഗ്രഹം അത് നിങ്ങൾ എടുക്കുക. സോ എന്താണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം, അല്ലെ? എന്താഗ്രഹം എടുക്കേണ്ടതെന്ന് ഞാൻ ഇപ്പൊ പറയാം. ഇപ്പൊ നിങ്ങളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, മാനിഫെസ്റ്റേഷൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ, ടേക്ക് സംതിങ് ദാറ്റ് ഈസ് ബിലീവബിൾ ഫോർ യു. എന്ന് വെച്ചാൽ ഓക്കെ, എനിക്ക് ഇത് പറ്റും, വേണമെങ്കിൽ പറ്റും എന്നുള്ള ചിന്തയുള്ള എന്തെങ്കിലും ഒരു ഗോൾ വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിൽ വിശ്വാസം ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു സാധനം കൂടി എടുത്ത് നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. പക്ഷേ നിങ്ങൾ ആദ്യം ഒരു ചെറിയൊരു കാര്യം വെച്ച് അത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബിലീഫ് ക്രിയേറ്റ് ആവും. അപ്പം ഇറ്റ് വിൽ ബി മോർ ഈസി. നിങ്ങളുടെ കയ്യിലൊരു ബുക്കോ പേനയോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എഴുതുക. എന്താണ് നിങ്ങൾക്ക് ഒരു ടൈം ലൈനും വെക്കുക. ഒരു 3 മന്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ എഴുതുക. ഇപ്പൊ ഒരു ഇത്ര സെർട്ടൻ എമൗണ്ട് ഓഫ് ക്യാഷ് ആണെങ്കിൽ ആ എമൗണ്ട് എക്സൈറ്റ് ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആണെങ്കിലോ, എന്താണ് ഒരു ട്രിപ്പ് ആണെങ്കിലോ, എവിടെയാണ് ട്രിപ്പ് പോകേണ്ടത്, ആരായിട്ടാണ് പോകേണ്ടത്, എക്സാക്ട്ലി അതായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. എഴുതാൻ പറയാൻ കാരണം നിങ്ങൾ ഇപ്പൊ എഴുതിയില്ല പിന്നെ അത് എഴുതാൻ പോകത്തില്ല. ഞാനും ഇതുപോലെ കുറെ കോഴ്സുകളും കുറെ മെന്റേഴ്സിന്റെ കീഴിൽ കുറെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്താ പറ്റുന്ന ഇതെല്ലാം ഞാൻ അറിഞ്ഞറിഞ്ഞ് നോളേജ് കൂട്ടി വെക്കും. ഇപ്പം കുറെ പേര് ഇത് കാണുന്നത് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ അറിയാം, എന്നാലും ഞാൻ എന്താണ് പറയണതെന്ന് അറിയാനും, അല്ലെ എൻ്റെ അടുത്ത് നിന്ന് എന്തായിരിക്കും ഒരു പുതിയൊരു കാര്യം, ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം എന്തായിരിക്കും എന്ന് അറിയാൻ വരുന്നവരായിരിക്കും. പക്ഷെ ഈ അറിഞ്ഞറിഞ്ഞ് പോയിട്ട് ഒരു കാര്യമില്ല. ഞാനും അങ്ങനെയായിരുന്നു. കുറെ കാലം ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഒരു ആക്ഷൻ സ്റ്റെപ്പ് എടുക്കാതെ. സോ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഇപ്പൊ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ബുക്ക് എടുത്ത്, മേ ബി ഐ വിൽ ആസ്ക് യു ടു സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ബുക്ക്. ഒരു റൈറ്റ് ഇറ്റ് ആസ് യുവർ മാനിഫെസ്റ്റേഷൻ ജേർണൽ എന്നോ, ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിടുക. എന്നിട്ട് ഫസ്റ്റ് പേജ് റൈറ്റ് വാട്ട് യു വാണ്ട് ഫോർ യു ഫോർ ദിസ് 3 months. ഈ 3 മാസത്തിനുള്ളിൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് എഴുതി വെക്കുക. ഞാൻ പറഞ്ഞതുപോലെ മേക്ക് ഇറ്റ് സംതിങ് ദാറ്റ് ഈസ് ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു കാര്യം എഴുതരുത്. നിങ്ങൾക്കിപ്പോ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മേ ബി യു ആർ ഏർണിങ് ഒരു 75K ആയിരിക്കാം നിങ്ങൾ മന്ത്ലി നിങ്ങൾ ഏൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക ആസ് സാലറി. അപ്പം അതിനേലും ഇച്ചിരി കൂടെ ഹയർ എമൗണ്ട്, കാരണം നിങ്ങൾക്ക് അടുത്ത 2 മാസം നിങ്ങൾക്ക് സാലറി എന്തോന്നാലും 75K കിട്ടും. സോ ലൈക്ക് ഒരു 2 lakh rupees അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ കീപ് ഇറ്റ് ലൈക്ക് 1.5 അല്ലെങ്കിൽ 1 lakh നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യുന്നതായിട്ടായിരിക്കാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. സോ ആ രീതിയിലുള്ള ഒരു ഗോൾ വേണം വയ്ക്കാൻ. ഇറ്റ് ഷുഡ് ബി കൺവിൻസിബിൾ ഫോർ യു. സോ ദാറ്റ് വിൽ ബി ഫോർ ടുഡേ. സോ അടുത്ത ടോപ്പിക് വിൽ ബി റിലേറ്റഡ് ടു ദിസ്. എങ്ങനെ നിങ്ങളുടെ ആ ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പം അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്നതുപോലെ ഐ വിൽ ട്രൈ ടു റിപ്ലൈ ടു ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു. ടേക്ക് കെയർ.